ആ ആളെ കാണാനാ നീ എന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചതെങ്കിൽ അങ്ങനെ ഒരാളിപ്പോ ഇല്ല സൂസൻ. അത് മനസ്സിലാവും. പക്ഷെ ഇനി അങ്ങോട്ടും അങ്ങനെ ഒരാൾ ഉണ്ടാവുകയില്ല എന്നാ നീ പറയുന്നെങ്കിൽ അതെനിക്ക് മനസ്സിലാവില്ല. ഞാനൊന്ന് അച്ഛന്റെ മരണം, അച്ഛന്റെ ജോലി ഏറ്റെടുക്കൽ, കല്യാണം, കുട്ടി, പ്രാരാബ്ദം, ഇതൊന്നും അല്ലാതൊരു എക്സ്ക്യൂസ് ഉണ്ടെങ്കിൽ പറ, കേൾക്കാം. അതിനേക്കാൾ വലിയ എക്സ്ക്യൂസ് പറയാനുള്ളിടത്ത് നിന്ന് നിന്റെ പകുതി കാലിബർ ഉള്ള നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് എത്തിച്ചേർന്നത് ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ മാർക്കറ്റിംഗ് ഹെഡ് പൊസിഷനിലാണ്. അതുകൊണ്ട് ഒഴിവഴു പറയുമ്പോ ആ യൂഷ്വൽ ക്ലീഷയൊക്കെ ഒഴിവാക്കി പറയണം. ഇപ്പോഴത്തെ നിന്നെ ഞാൻ കാണാതിരിക്കാനാ നീ ഇത്രയും നാള് ഒളിച്ചു നടന്നതെന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം ഇപ്പോഴത്തെ നിന്നെ നിനക്ക് തന്നെ ഇഷ്ടമില്ലെന്നാണ്. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? സ്വപ്നം കാണാൻ നീ ഇടയ്ക്ക് എവിടെയോ വെച്ച് മറന്നുപോയി. നിരുപമ കൃഷ്ണൻ ഈ ലോകത്ത് ജീവിച്ചു എന്നുള്ളതിനൊരു തെളിവ് വേണം. ഒരു സിഗ്നേച്ചർ അവശേഷിപ്പിക്കാതെ കടന്നു പോകേണ്ട ആളല്ല നീ. ഏതെങ്കിലും ഒരു ഓഫീസിന്റെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ മാത്രം പതിയാനുള്ളതല്ല അത്. യുവർ ഡ്രീം ഇസ് യുവർ സിഗ്നേച്ചർ. എനിക്കിനി ഉണ്ട്. 40കളുണ്ട്, 50കളുണ്ട്, 60കളും 70കളും ഉണ്ട്. You are never too late to start. Never. നിന്നെ കണ്ടുപിടിക്കാൻ എന്നെ സഹായിച്ച നിരുപമ ജോക്സിന് പ്രത്യേകം താങ്ക്സ്. പക്ഷെ ഒരാളെ കണ്ട് തലകറങ്ങി വീഴുന്നതിലേക്കാണ് 15 വർഷത്തെ ശീലങ്ങൾ നിന്നെ കൊണ്ടെത്തിച്ചതെങ്കിൽ ആ ശീലങ്ങൾ നീ മാറ്റിയേ പറ്റൂ. അതിലാരു പെട്ടാലും എന്ത് പെട്ടാലും. പഴയ 20കാരി കണ്ട സ്വപ്നമാണിത്. അവളുടെ കയ്യൊപ്പാണിത്. അതിനുപയോഗിച്ച പേന ഒന്ന് പൊടിതട്ടിയെടുത്താൽ മാത്രം മതി. The world will begin to change for you. നന്നായിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പൊ ഇത് മാത്രം സംസാരം. താങ്ക് യു. ഇതെന്താ സംഭവം? വഴിയിൽ വെച്ച ആൾക്കാർ പറയുന്ന കേട്ടല്ലോ. ചേച്ചി താങ്ക് യു ജയ. ഞാനും അത് പറയാൻ തുടങ്ങിയായിരുന്നു. പിള്ളേര് പറഞ്ഞാ ഞാൻ അറിഞ്ഞത്. ഏതായാലും കലക്കി കളഞ്ഞു കേട്ടോ. എന്താ കാര്യം? ഫേസ്ബുക്ക് ഓർന്ന് നോക്ക്. ഞാൻ നിരുപമ രാജീവ്, വയസ്സ് 36. പ്രസിഡന്റിനെ കണ്ട് ബോധം കെട്ട് വീണത് ഞാനാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഏതാനും കലാകാരന്മാർ വരച്ച എന്റെ കാർട്ടൂണുകളും എന്നെക്കുറിച്ചുള്ള തമാശകളും ഈ അടുത്ത ദിവസമാണ് എനിക്കൊന്ന് കാണാൻ സാധിച്ചത്. ജീവിതത്തിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് എപ്പോഴും ഈ ഫേസ്ബുക്കിന്റെ മുമ്പിലിരിക്കാനുള്ള സമയം എനിക്കില്ലാതിരുന്നതുകൊണ്ടാണ്. കലാകാരന്മാരൊന്നും വിചാരിക്കരുത്. ഇനിയുള്ള നിങ്ങളുടെ സൃഷ്ടികൾ കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടി പ്രസിഡന്റിനെ കണ്ടപ്പോ ആക്ച്വലി എന്താണ് സംഭവിച്ചതെന്ന് നേരിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ച ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നത്. ശ്രദ്ധിച്ച് കാണണം. ഹാളിൽ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. പ്രസിഡന്റ് റൂമിൽ നിന്ന് പുറപ്പെട്ടു എന്ന് മെസ്സേജ് കിട്ടിക്കഴിഞ്ഞു. അദ്ദേഹം ഏത് നിമിഷവും എത്താം. സെക്യൂരിറ്റി ഗാർഡ്സ് എന്റെ ചുറ്റും നിന്നിങ്ങനെ നിർദ്ദേശങ്ങൾ തന്നോണ്ടിരിക്കുകയാണ്. പ്രസിഡന്റ് എത്താറായി. ആരും സംസാരിക്കുന്നില്ല. ടോട്ടൽ സൈലൻസ്. വാതിൽ തുറന്ന് സാക്ഷാൽ ഇന്ത്യൻ പ്രസിഡന്റ് മുറിയിലേക്ക് കയറി വരുന്നു.
നേരെ എന്റെ മുമ്പിലേക്ക് വന്ന് നിന്ന് എന്നോട് പറയുന്നു, നമസ്തേ. സ്വന്തം മുറിയിലിരുന്ന് മാത്രം പ്രതികരിക്കാൻ ധൈര്യം കാണിക്കുന്ന കലാകാരന്മാരെ, കലാകാരികളെ, എന്റെ ഈ ജീവിതം കണ്ട് ദയവ് ചെയ്തൊന്ന് അസൂയപ്പെടൂ എന്ന് ഉറക്കെ കരയുന്ന യുവതീ യുവാക്കളെ, വീട്ടിലെ ബെഡ്റൂമും മക്കളുടെ മാർക്കും സ്വന്തം പ്രണയവും വരെ നാട്ടുകാരുടെ മുമ്പിൽ യാതൊരു എളുപ്പമില്ലാതെ തുറന്നു കാണിക്കുന്ന സഹോദരീ സഹോദരന്മാരെ ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. പുതിയ തമാശകളും പുത്തൻ ചീത്തവിളികളും. അങ്ങനെയെങ്കിലും 4 പേര് അറിയട്ടെ നിങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന്. അല്ലാതെ ഇന്ത്യൻ പ്രസിഡന്റ് അതിഥിയായിട്ട് ക്ഷണിച്ചിട്ട് നിങ്ങളെ ആരും അറിയാൻ പോകുന്നില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞതാ. കാത്തിരിക്കുന്നു നിങ്ങളുടെ സൃഷ്ടികൾക്ക് വേണ്ടി. സമ്മതിച്ചു മോളെ, ഒറ്റ ഇനി ഫാദർക്കില്ല. ഇനി ഒരാൾക്ക് കൂടി എനിക്ക് മറുപടി കൊടുക്കാനുണ്ട്. ആർക്ക്? ഹലോ, ആ ഞാനിപ്പോ ബസ്സിലാ. പറഞ്ഞേ. ടിക്കറ്റ് 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 ഒരു മേന കേട്ടോ, 7 രൂപ. നമ്മുടെ വല്യമ്മയെ കണ്ടില്ലല്ലോ. അവരെന്തോ വയ്യാണ്ട് കിടക്കാന്ന് അറിഞ്ഞത്. എന്തു പറ്റി? വയറ്റിലെന്തോ മുഴയോ മറ്റോന്നാ പറഞ്ഞത്. കുറച്ച് കുഴപ്പാന്ന് തോന്നണേ. ചേട്ടാ ഒരു പള്ളി നോക്ക്. ഇറ്റ്സ് വൈറൽ. നാട്ടിലുള്ള എത്ര ഫ്രണ്ട്സാ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയച്ചെന്നറിയോ? തനിക്ക് എവിടെ നിന്ന് കിട്ടിയിടോ ഇത്ര ഗട്സ്? കമന്റ്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കണം. തനിക്കിപ്പോ ഭയങ്കര സപ്പോർട്ടാ. അച്ഛന്റെ റിയാക്ഷൻ ആയിരുന്നു ഒന്ന് കാണേണ്ടത്. അമ്മ തന്നെയാണോ എന്നറിയാൻ 2-3 പ്രാവശ്യം വീഡിയോ കണ്ടു നോക്കി. എന്നിട്ട് അച്ഛൻ എവിടെ? ഓഫീസിൽ നിന്ന് വന്നിട്ടില്ല. ടഫ് ജോബാ അമ്മ. ചില ദിവസമൊക്കെ ഒത്തിരി ലേറ്റ് ആവും. എന്നാൽ എന്തിനമ്മ നമ്മുടെ വെജിറ്റബിൾ ഗാർഡൻ മാറ്റുന്നത്? അത് അവിടെയുള്ള എന്ത് രസമായിരുന്നു. ഓ, ഇനി ഇതാര് നോക്കാനാ? കൊതുകും പിടിച്ച് സ്ഥലവും മെനക്കെടുത്തി. അതും ഈ 4, 3, 7 പച്ചക്കറിക്ക് വേണ്ടി. മറ്റന്നാൾ ആള് വന്ന് ഇതെല്ലാം എടുത്തോണ്ട് പോക്കോളൂ. ഇവിടെ ഫുഡാ അമ്മ എന്റെ മെയിൻ പ്രോബ്ലം. പുറത്തുനിന്ന് കഴിച്ച മതിയായി. ചിലപ്പോ ഇങ്ങനെ കരച്ചില് വരും. കുറച്ച് ചോറും കറിയുമ്പോഴൊന്ന് പാഴ്സൽ അയക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നല്ലേ. പാഴ്സലല്ല, ഞാൻ വരും അങ്ങോട്ട്. ഉറപ്പായിട്ടും വരും. എന്നാ ഞാൻ നാളെ വരാം അമ്മ. ഒരുപാട് ഹോംവർക്ക് ഫിനിഷ് ചെയ്യണം. ജോബ് ബുക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. ലവ് യു ഉമ്മ. ഇവിടേക്ക് തന്നെ വന്നതാ. ബസ്സിൽ ചോദിച്ചപ്പോ സുഖമില്ലാതെ കിടക്കുക പറഞ്ഞു. അപ്പൊ ഒന്ന് കാണണോന്ന് തോന്നി. എന്നെ കാണാൻ വേണ്ടി മാത്രം വന്നതാണോ മോള്? അതെ, എന്താ? അല്ല, ഒന്നുമില്ല. എങ്ങോട്ടോ ഇറങ്ങാൻ തുടങ്ങായിരുന്നു തോന്നുന്നു. ആ, നമ്മുടെ അയ്യർ സാറിന്റെ വീട്ടിലേക്ക്. അവർക്ക് ആഴ്ചയിൽ മുറുക്കും കൊണ്ടാട്ടവും വേണം. അവരെന്ന ജീവിയാ. ദാ വീട്ടിലുണ്ടായതാ. അയ്യോ, ഇതൊക്കെ എനിക്കായിട്ട് ഞാനിവിടെ ഒന്നും ഉണ്ടാക്കാറില്ല. ഒക്കെ പുറത്തുനിന്നാ. ചായ കൊണ്ടുവരാൻ പയ്യനോട് പറയാം. അയ്യോ വേണ്ട. എന്നെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരാള് എന്നെ കാണാൻ വരുന്നത് ആദ്യമായിട്ടാ. പിന്നെ പറയാനാണേലും പെൻഷന്റെ പാതി വാങ്ങിക്കാൻ വരുന്ന മരുമോളെ ഉള്ളു കേട്ടാ. മോള് വാ. ആശുപത്രിയിലൊക്കെ പോകുന്നത്? ഓ, അതിനൊന്നും കുഴപ്പമില്ല. അത്യാവശ്യമൊക്കെ നടക്കാം. കൂട്ടു വേണമെങ്കിൽ പറയണം. ആശുപത്രി പോകാൻ കൂട്ടുവേണ്ട. പക്ഷേ ഇടയ്ക്ക് ഇതുപോലെ വരാമെങ്കിൽ വല്ലപ്പോഴും മതി. വേറൊന്നിനുമല്ല. ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നൊരു തോന്നൽ വേണം മോളെ മനുഷ്യന്മാർക്ക്. വല്ലപ്പോഴെങ്കിലും ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ ഒരാള് വേണം. എല്ലാ ദിവസവും തമ്മി കാണുമെങ്കിലും
അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പേര് പോലും ചോദിച്ചിട്ടില്ല. ഒരു ദിവസം കണ്ടില്ലെങ്കിൽ കണ്ടില്ല, അത്രയേ ഉള്ളൂ. അതിനപ്പുറം ആർക്കെവിടെ നേരം? എന്നിട്ടും മോൾ എനിക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച ഈ സമയമുണ്ടല്ലോ, ഇനി എനിക്ക് എൻ്റെ ജീവനുള്ളിടത്തോളം കാലം ഓർത്തിരിക്കാനുള്ളതാ.